എന്റെ ഭൂമിയിലെ ജീവിതം കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഭൂമിയിലെ ജീവിതം തീർന്നതിന് ശേഷം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? സത്യത്തിൽ ദൈവം ആരാണ്? ദൈവത്തിനോട് ഞാൻ കണക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ ഭൂമിയിലുള്ള എല്ലാ പാപങ്ങൾക്കും കണക്ക് കൊടുക്കേണ്ട ഒരു ന്യായവിധി ദിവസമുണ്ടോ? എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഇത്യാദി കാര്യങ്ങളെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുകയും അതിനെ കണ്ടെത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമാക്കുമായിരുന്നു. നോക്കുവാൻ ഞാൻ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? വിദേശി ദൈവമെന്ന് നിങ്ങൾ പറയുന്നു. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വിദേശിയും സ്വദേശിയുമില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു സൂര്യനല്ലേ ഉള്ളൂ. ഓരോ രാജ്യക്കാർക്കും വേണ്ടി അതാത് ദേശാധിപതികൾ നൽകി കൊടുക്കുന്ന സൂര്യന്മാരില്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ആരോ? അവനാകുന്നു ദൈവം. അവൻ ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനും ലോകാവസാനത്തിന് ശേഷവും ഉള്ളവനാണ് ദൈവം എന്നും പറയുന്ന വ്യക്തി. അവൻ ഏകനാണ്, രണ്ടുപേരില്ല താനും. അവൻ സ്നേഹപൂർണനാണ്, അവൻ നീതിമാനാണ്, അവൻ പരിശുദ്ധനാണ്, പാപമില്ലാത്തവനാണ്, നിത്യതയിൽ വാസം ചെയ്യുന്നവനും. അവൻ ഇങ്ങനെ പറയുന്നു: സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാദപീഠവുമാകുന്നു. എനിക്കൊരു ആലയം പണിയുവാൻ ആർക്ക് കഴിയും? എന്നെ ഏത് ആലയത്തിലാണ് ഇരുത്തുവാൻ കഴിയുന്നത്? ഇല്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നിർമ്മിക്കുന്ന ചുവരുകൾക്കുള്ളിൽ ദൈവത്തിന് വസിപ്പാൻ കഴിയത്തില്ല. നമ്മുടെ കുഞ്ഞ് അവന്റെ അപ്പനെ ഒരു തീപ്പെട്ടിക്കകത്ത് ഒതുക്കുന്നത് പോലെ ഒതുക്കുവാൻ കഴിയത്തില്ല. അതേപോലെ ക്രിസ്തീയ മതവിശ്വാസികളുടെ പള്ളികളിലും ദൈവമില്ല. എന്നാൽ ദൈവം വസിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? യേശുക്രിസ്തു പറഞ്ഞു: നിങ്ങൾ 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും ഞാൻ നിങ്ങളുടെ മധ്യേ വരും. അപ്പോൾ ദൈവം ഉള്ളിടമാണ് ദൈവാലയം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഭൂമിയിലുള്ള ദൈവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 2 or 3 പേർ കൂടി വരുന്നത് എവിടെയോ, അത് ചന്തസ്ഥലമാകാം, വീടിന്റെ ഉമ്മറമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കാം, ബസ് സ്റ്റോപ്പുകളായിരിക്കാം, തെരുവോരങ്ങളായിരിക്കാം. 2 or 3 പേർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചേരുന്നിടത്ത് അവിടെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഇറങ്ങും. അപ്പോൾ മനസ്സിലായില്ലയോ? മറ്റെല്ലാം വ്യർത്ഥമാണ്, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിയുന്നതുമല്ല.